ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ആക്റ്റീവ് 125 BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് വന്നതാണ്. ജനറൽ സർവീസ് ഓൾറെഡി സ്പീഡോമീറ്റർ ചെക്കപ്പ്, ഇൻഡിക്കേറ്റർ ചെക്കപ്പ്, സെൽഫ് ചെക്കപ്പ്, അതേപോലെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വന്ന് ഓടിച്ചു നോക്കാമെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മീറ്ററിനകത്ത് ലൈറ്റൊന്നും തെളിയുണ്ടായില്ല, ഇൻഡിക്കേറ്റർ വർക്കിംഗ് അല്ല, സെൽഫ് സ്റ്റാർട്ട് കറക്റ്റ് അല്ല. അതൊക്കെയായിരുന്നു മെയിനായിട്ട് കാണിച്ച കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ടാണ് നമ്മൾ കയറ്റണേ. ജനറൽ സർവീസിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം, അതേപോലെ ക്ലച്ച്, എയർ ഫിൽട്ടർ, പ്ലഗ് ക്ലീനിങ്, അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് അഴിച്ച് ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങൾ, ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ ടയർ പ്രഷർ കാര്യങ്ങൾ ചെക്കപ്പ്, കേബിളുകൾ ചെക്കപ്പ് മാത്രം. പിന്നെ അതേപോലെ സ്വിച്ച് ഐറ്റംസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് ജനറലായിട്ട് വന്ന സർവീസിൽ തന്നെ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയേക്കണം. എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉണ്ട്, നല്ല ടയറാണ്. കട്ട കൂടുതലുള്ള മോഡലാണെന്നുള്ളൂ, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. നമ്മളിനി മാറ്റിയിടുന്ന സമയത്ത് സാപ്പർ മോഡൽ ഇടാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിനേക്കാളും നല്ലത് അതാണ്. അത് നമ്മുടെ ഇപ്പോൾ ഈ വണ്ടിയുടെ തന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ, ആ പാറ്റേൺ യൂസ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ അതേപോലെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ ചെക്ക് ചെയ്യുന്ന എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ക്ലച്ചാണ്, അതായത് CVT ക്ലച്ചാണ്. ബെൽറ്റ് ഡ്രൈവാണ് നമുക്ക് വരാം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. തേമാനുള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാനാണ്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, പുതിയ ബെൽറ്റാണ്. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്ത് വരുന്ന വേരിയേറ്റർ ബോഡി, ആ വീലും കാര്യങ്ങളാണത്. അത് നോർമൽ സാധാരണ രീതിയിൽ തേമാനൊക്കെ ഉള്ളൂ. ഈ സൈഡിൽ വരുന്ന ക്ലച്ച് യൂണിറ്റാണ്, ക്ലച്ച് ഔട്ടർ, അതേപോലെ തന്നെ ക്ലച്ച് ഷൂ, വെയിറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന യൂണിറ്റ്. അപ്പോൾ അതും നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ പെർഫോമൻസൊക്കെ ഓക്കെയാണ്. ഇവിടെ വരുന്നത് കിക്കർ വീലാണ് ഈ വന്നെ. അപ്പോൾ അതും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ക്ലച്ചിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ അത് നമുക്ക് പുറമേ നിന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ ഓരോ സർവീസിലും, ഓരോ ജനറലായിട്ട് ചെയ്യുന്ന സർവീസുകളിൽ നമ്മൾ കൈയോടെ ചെയ്തു പോകുന്നതാണ്. ജനറലായിട്ടുള്ള സർവീസ് വരുന്നത് 120 ദിവസം കൂടുമ്പോഴാണ് ഹോണ്ടയ്ക്ക് സാധാരണ ചെയ്യേണ്ടി വരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. 120 ദിവസം എന്ന് പറഞ്ഞാൽ 4 മാസം, 4 മാസത്തിലൊരിക്കലാണ് ചെക്കപ്പ് ചെയ്ത് പോകേണ്ടത് കേട്ടോ. പിന്നെ അതേപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടുണ്ട്. ഹെഡ് ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്ത് വന്നേക്കണം ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ കവറിൻ്റെ ഗ്യാസ്കറ്റും അഴിച്ച് മാറ്റിയിടണം. ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ വരുന്ന വാഷുകളുണ്ട്, 2 മൗണ്ട് റബ്ബർ എന്ന് പറയുന്ന ഓയിൽ സീൽ പോലത്തെ 2 വാഷ് പോലത്തെ ടൈറ്റാണ്. അപ്പോൾ അതും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഓയിൽ ലീക്കിൻ്റെ കേസും നമുക്ക് അതുമ്പോൾ ക്ലിയർ ആയി പോകും. കാരണം ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല. ഓയിൽ കൂടുതലായിട്ട് താഴേക്ക് ചാടുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്കും ഓയിൽ ലീക്ക് ഓവറായിട്ടുണ്ടാവും. നമുക്ക് ഇതിൻ്റെ എഞ്ചിനിലാണെങ്കിൽ ആ കൂടി 600 മില്ലി ഓയിലാണ് ആകെയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു ഡ്രോപ്പ് നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് വണ്ടിയുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കണ കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലുള്ള സംഭവമാണ്. അതുകൊണ്ടൊരു ചെറിയ ലീക്കേജ് പോലും ഉണ്ടെങ്കിൽ കൈയോടെ ക്ലിയർ ചെയ്ത് വിടണം. അത് ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടിയായാലും, പ്രത്യേകിച്ച് BS6 മോഡൽ ഹോണ്ടയുടെ വണ്ടികൾ. പിന്നെ അതേപോലെ ബാറ്ററി നമുക്ക് 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കണേ. പുതിയ ബാറ്ററിയാണ്, അതായത് 13.20 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ഫ്യൂസിനകത്ത് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 7.5ൻ്റെ ഒരു ഫ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. ആ ഫ്യൂസ് എനിക്ക് മുമ്പും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ നമ്മളത് ബോഡി അഴിച്ച്, നമുക്ക് ഫ്യൂസ് പോകാമെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് പോവില്ല, തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും ഫ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ. ഇത് എനിക്ക് മുമ്പ് പോയതായിട്ടൊരു ഹിസ്റ്ററി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചായിരുന്നു. അഴിച്ച് നോക്കുന്ന സമയത്ത് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു വയർ ഇവിടെ ഷോർട്ടായിട്ടുണ്ട്. ഹാൻഡിലുമ്പോൾ അതിൻ്റെ ഇത് പോയിട്ട് ഇവിടെ ഇൻസുലേഷൻ പോയിട്ട് ഈ ഹാൻഡിലുമ്പോൾ ടച്ചായിട്ട് അവിടെ എർത്തായതാണ് ഫ്യൂസ് പോകാൻ കാരണം അത് 7.5 ആമ്പിയർ ഉള്ളതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷോട്ടിങ് വന്നാൽ പോലും പോകും. കാരണം അതൊരു പ്രൊട്ടക്റ്റീവാണ് BS6 മോഡൽ വണ്ടികൾക്ക്. അപ്പോൾ അത് നമ്മൾ മാറ്റി ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങാനും റിപ്പീറ്റ് വീണ്ടും കാണിക്കുന്നുണ്ടെങ്കിൽ, സെയിം ആ കംപ്ലയിൻറ്റ് വീണ്ടും റിപ്പീറ്റ് വരാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് എന്തുകൊണ്ടാണെന്ന് നോക്കി പരിഹരിച്ച് വിടണം. ഞാനിപ്പോൾ ആ ഒരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കാവുന്ന എല്ലാ പോയിൻറ്റുകളും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് അവിടെ മാത്രമാണ്. അതവിടെ ബോഡി എർത്ത് ആവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കേസ്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫ്യൂസൊക്കെ മാറ്റി ഇപ്പോൾ വർക്കിംഗ് ആക്കിയിട്ടൊക്കെ ഉണ്ട്. റിപ്പീറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം.
അങ്ങനത്തെ കംപ്ലയിൻറ്റ് പ്രോബ്ലം എന്നാലാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിച്ച് ക്ലീനിങ് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യും. നമുക്കിപ്പോൾ ബാക്ക് വീല് അഴിച്ചേക്കണതാണ്, അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് വരും, ഫ്രണ്ടിൻ്റെ ഭാഗം കൂടി നമ്മൾ റെഡിയാക്കും. ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ടയറൊക്കെ പുതിയ ടയർ കിടക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ അതൊക്കെ ഉള്ളൂ മെയിനായിട്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. എയർ ഫിൽറ്റർ മാറ്റണ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടി വരാം കേട്ടോ. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റേണ്ട ഒരു ടൈം, കാരണം ഇതിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ല, അതായത് സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല. ഇതിനകത്ത് മീറ്റർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മീറ്ററിനകത്ത് ലൈറ്റ് തെളിയുണ്ടായില്ല, മീറ്ററിൻ്റെ പെട്രോൾ മീറ്ററിൻ്റെ സൂചി വർക്കിംഗ് അല്ല. സ്പീഡോ മീറ്റർ ഓൾറെഡി എനിക്ക് മുമ്പേ കംപ്ലൈൻ്റ് ആയി കിടക്കുന്നത്. അത് നമ്മളിപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമതൊന്നും കൂടി അഴിച്ച് നോക്കി. അത് നമുക്ക് ഈ മീറ്റർ അസംബ്ലിയെ പാടി മാറ്റിയിട്ട് കേബിൾ മാറ്റിയാലാണ് നിൽക്കുള്ളൂ. അത് നമുക്കൊരല്പം കോസ്റ്റ്ലിയാണ്, അത് ആയിട്ട് നമ്മുടെ ഓൾറെഡി സ്റ്റോക്കിലില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തൊക്കെ ഇടാണെങ്കിൽ നമുക്ക് വരുത്തി റെഡിയാക്കാം. ഇതിപ്പോൾ മീറ്റർ കറക്റ്റായിട്ട് വർക്കിംഗ് ആവണം. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ എല്ലാ മെയിൻ്റനൻസുകളും എൻജിൻ ഓയിലിൻ്റെ ചേഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം വണ്ടീനെ സംബന്ധിച്ച് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാം. അപ്പോൾ ഇത് നമുക്ക് മീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന രണ്ട് അബദ്ധങ്ങൾ പറ്റും. ഒന്ന്, നമ്മൾ കിലോമീറ്ററിൽ കറക്റ്റ് സർവീസ് ചെയ്യില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം മാറിപ്പോൾ ഒന്നുപോലെ വൈകി ചെയ്യും, അതല്ലെങ്കിൽ നേരത്തെ ചെയ്യും. എങ്ങനെ ചെയ്താലും നഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ആ മീറ്റർ നമുക്കൊന്ന് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയത്തെ ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് നമുക്ക് ഏകദേശം ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. വാട്ടർ സർവീസിൻ്റെ ദിവസമൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് വണ്ടി ഇറക്കാം നമുക്ക് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ കോൺടാക്ട് ചെയ്തോളാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊട്ടേഷൻ എഴുതിയിട്ട് വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഓക്കെ.